പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞത് നമ്മളൊരു ആക്റ്റീവ് ഈസും ആമും ആറും ഒക്കെയാണ്. ഇതിൽ നമ്മൾ പറയുന്നത് വേഴ്സും വേറുമാണ്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ തുടരുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞുപോയ കാലത്ത് തുടർന്നിരുന്ന ഒരു പ്രക്രിയയാണ്. An action which was continuing the past. മറ്റത് an action which is continuing the present. അപ്പോൾ വ്യത്യാസം, ഒന്ന് കഴിഞ്ഞുപോയ കാലം ഭൂതകാലമാണ്, ഇത് കഴിഞ്ഞുപോയ കാലമാണ്, മറ്റത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് വാസും വേറുമാണ്. സാധാരണഗതിയിൽ വാസും വേറുമാണ്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെൻസ് വാസും വേറുമാണെങ്കിൽ പ്ലസ് ഇതിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കണം. ING ഫോം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ING ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മളൊരു ഫോർമുല ആദ്യമായിട്ട് തന്നെ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. ഓബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ്. നേരത്തെ ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് ആണെങ്കിൽ പ്ലസ് V3 ഫോം ഓഫ് ദ verb ബൈ ഏജന്റ്. ബൈ ഏജന്റ് എന്നാണ്. ബൈ ഏജന്റ്. ഏജന്റ് മീൻസ് ബൈ സബ്ജect, object. So she was teaching a lesson. She was teaching a lesson. അവൾ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. She was teaching a lesson. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് സബ്ജക്റ്റും വാസ് ടീച്ചിങ് എന്ന് പറയും, TACH വാസ് ടീച്ചിങ് എന്ന് പറയുന്നത് വെർബും ലെസൺ എന്ന് പറഞ്ഞത് ഓബ്ജക്റ്റുമാണ്. അപ്പോൾ SVO പാറ്റേണിലുള്ള ഈ സെന്റൻസ് നമ്മൾ OVS പാറ്റേണിലേക്ക് മാറ്റുകയാണ്. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്. കർത്താവ്, ക്രിയ, കർമ്മം. കർത്താവ്, ക്രിയ. മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നാണെങ്കിൽ ഇത് കർത്താവ്, ക്രിയ, കർമ്മം. അത് നമ്മൾ കർമ്മം, ക്രിയ, കർത്താവ് OVS പാറ്റേണിലേക്ക് മാറ്റുകയാണ്. എ ലെസൺ വാസ് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ബീയിങ് ഉപയോഗിക്കണം. നമ്മളിതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ബീയിങ്, വാസ് ബീയിങ്. ടീച്ച് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം. എല്ലാ ആക്റ്റീവ് വോയിസിലും നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇൻ എവറി ആക്റ്റീവ് വോയിസ് വി ആർ യൂസിങ് ദ തേർഡ് ഫോം ഓഫ് ദ വെർബ് അപ്പോൾ ടീച്ച് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം ടീച്ച്, ടോട്ടാണ്. ലെസൺ വാസ് ബീയിങ് ടോട്ട് by her. A lesson was being taught by her. A lesson was being taught by her. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് നമ്മൾ ഇനി ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നമ്മൾ പഠിക്കുമ്പോൾ ഓബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതായത് ബഹുവചനമാണെങ്കിൽ, if the object is plural we must use the auxiliary verb which is suitable for this object. പറയാം. She was purchasing 2 sarees. She was teaching 2 lessons. എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഷീ എന്നുള്ള സബ്ജക്റ്റ്, വാസ് പർച്ചേസിങ് വെർബ്, 2 sarees എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. സോ വി മസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ദ 2 sarees. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ്. 2 sarees were
അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്ലൂറൽ were being purchased എന്നുള്ള വേർബിന്റെ മൂന്നാമത്തെ ഫോം purchased, being purchased by her. ഇതാണ് correct way of changing active voice into passive voice. She was purchasing 2 sarees. 2 sarees were being purchased by her. Alright. So അങ്ങനെ നമ്മൾ ഓബ്ജക്റ്റിനനുസരിച്ച് ഓബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കണം. ഇനി മറ്റൊരു She was checking my pocket. She was checking my pocket. അപ്പോൾ my pocket എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ചെക്കിംഗ് എന്നുള്ളത് was checking എന്നുള്ളത് വേർബും she എന്നുള്ളത് സബ്ജക്റ്റുമാണ്. she എന്നുള്ളത് സബ്ജക്റ്റുമാണ്. അപ്പം നമ്മൾ my pocket was എന്നുള്ളത് was being checked by her, was being checked by her എന്നാണ് പറയുന്നത്. അപ്പോൾ she was checking my pocket was being checked by her. അപ്പം ഇവിടെ my 2 pockets എന്നാണെങ്കിൽ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് മാറും. They were arranging 2 parties. 2 parties were being arranged by her. Arranged by her എന്നാണ് വെക്കേണ്ടത്. അപ്പം ബീയിങ് വെക്കണം നമ്മൾ. അപ്പം വേർബിന്റെ മൂന്നാമത്തെ ഫോമുമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം സെന്റൻസുകൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ ഏജന്റ് ബൈ സബ്ജക്റ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.